ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ബിഗ് ബോസ് മലയാളത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ ഇപ്പോൾ തീരാറായി. ഫിനാലേക്ക് ഇനി ആകെപ്പാടെ 2-3 ദിവസം കൂടെയുള്ളൂ. സോ ഞാൻ വിചാരിച്ചു ഞാനൊരു വീഡിയോ ചെയ്തേക്കാമെന്ന്. ആദ്യം സീസൺ 7 തുടങ്ങിയ സമയത്ത് എനിക്ക് അങ്ങനെ വലിയ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഗ്രാജുവലി കാണാൻ തുടങ്ങി, ഞാൻ ലൈവ് കാണാൻ തുടങ്ങി, പല പല റീൽസ് കണ്ടു, എപ്പിസോഡ് കണ്ടു. അങ്ങനെ ഗ്രാജുവലി എനിക്ക് ഇഷ്ടം തോന്നിയതും ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതും അനുമോളയാണ്. എല്ലാവർക്കും ഉള്ളതുപോലെ അനുമോക്കും ഉണ്ട് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും. ആരും പെർഫെക്റ്റ് അല്ല. അവിടെയുള്ള ആൾക്കാരും പെർഫെക്റ്റ് അല്ല, പുറത്തുള്ള നമ്മളും പെർഫെക്റ്റ് അല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പഠിച്ച് പറയുന്നൊരു സ്വഭാവവും അനുവിനുണ്ട്. അത് അനുവിന് പലതവണയും നെഗറ്റീവായി വന്നിട്ടുമുണ്ട്. പക്ഷേ അനു ഒരിക്കലും ഒരാളെ ബാക്ക് സ്റ്റാബ് ചെയ്യില്ല, എസ്പെഷ്യലി സ്വന്തം ഫ്രണ്ട്സിനെ. പല എപ്പിസോഡുകളിലും അനുവിനെ ഡിഗ്രേഡ് ചെയ്യുന്നതും എല്ലാവരും കൂടെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നതും കണ്ടിട്ട് വിഷമവും തോന്നിയിട്ടുണ്ട്. കൂടെ ചില സമയത്ത് ഇരുന്ന് കരഞ്ഞിട്ടുമുണ്ട്. എന്തുകൊണ്ടും ബിഗ് ബോസിൻ്റെ വിന്നറാകാൻ പറ്റിയ ഒരാളാണ് അനുമോൾ. എല്ലാവരും കൂടി ഇത്രയും അറ്റാക്ക് ചെയ്തിട്ടും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ആദ്യമൊക്കെ അനുമോൾ ഒരുപാട് കരയുമായിരുന്നു, ബട്ട് ഇപ്പോൾ ക്യാരക്ടറൊക്കെ ഒരുപാട് മാറിയ ആൾ ഒത്തിരി സ്ട്രോങ് ആയി. ബിഗ് ബോസ് സീസൺ 7 കണ്ടന്റ് നോക്കിയാൽ തന്നെ നമുക്കറിയാം. ആദ്യം തൊട്ട് ഇപ്പോൾ തന്നെ റീയൂണിയൻ്റെ സമയത്ത് വരെ എല്ലാവരുടെയും ടാർഗറ്റ് അനുമോൾ തന്നെ. തിരിച്ചു വന്നവർക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും അനുവിനെ പിന്നെയും ടാർഗറ്റ് ചെയ്യത്തില്ലായിരുന്നു. അവരെല്ലാം വന്നു കഴിഞ്ഞ് പിന്നെയും ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ അനു തന്നെ ജയിക്കണമെന്നൊരു വാശിയാണിപ്പോൾ. എന്തു പറഞ്ഞാലും പി ആർ എന്ന് പറയുന്ന ആൾക്കാരെ അവിടെ കണ്ടൻറ്റ് കൊടുക്കണമെങ്കിൽ അനു തന്നെ വേണം. ആദ്യം തൊട്ട് ഇപ്പോൾ വരെ കണ്ടൻറ്റ് അനുവാണ്. സോ വോട്ട് ഫോർ അനുമോൾ. They tried to break Anumol, but forgot. Diamond form under pressure. All the best, Anumol.